അങ്ങനെ കാത്തിരുന്ന കലോത്സവത്തിന് കണ്ണൂരിൽ കൊടിയുയർന്നു. ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞതോടെ വേദികൾ സജീവമാവുകയാണ്. എന്നാൽ ആ സമയത്തും ശ്വാസം വിടാതെ ഓടി നടന്ന് മേൽനോട്ടം വഹിക്കുകയാണ് മന്ത്രി കടന്നപ്പള്ളി. എവിടെയും തൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന കടന്നപ്പള്ളി ചുളിവിലൊരു കച്ചവടം തുടങ്ങി. പെട്ടെന്നൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേക്കാം. ചാത്തുക്കുട്ടിയുടെ പ്രശ്നം വെക്കാൻ പോയപ്പോ ഞാൻ സ്നേഹലതയുടെ അവിടെ ഒന്ന് കയറി. എന്നിട്ട് അവിടെ ചെന്നപ്പോ അവള് പറഞ്ഞു, എന്താ പറഞ്ഞു? അത് എന്നെയാ പറഞ്ഞത്. അങ്ങനെ ആരും ശരിയായിരുന്നു. ബ്ലൗസ് പീസ് അല്ല, പാന്റ് പീസ് അല്ല, ഷർട്ട് പീസ് അല്ല, ഒരു നിത്യോപയോഗ സാധനം ഫോർ ലേഡീസ് ആൻഡ് ജെന്റ്സ്. ബോംബെ, കൽക്കട്ട, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ. ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പനയില്ല. സഹോദരി സഹോദരന്മാരെ, ഓരോ പീസുകൾ എടുക്കൂ. ആദായ വിൽപ്പന ലോട്ട് ഖാലിയാക്കൽ. എന്തായാലും സംഗതി പൊടിപൊടിക്കുകയാണ്. കുട്ടികളുടെ സ്വന്തം മഹാത്മാ ആയ കടന്നപ്പള്ളിയിലാണ് ഈ കലോത്സവം കിടക്കുന്നത്. സഹായത്തിന് ശ്രീമതി ടീച്ചറും അബ്ദുള്ള കുട്ടിയുമൊക്കെ ഉണ്ടെങ്കിലും അവരൊന്നും ആ പ്രതാപത്തിലേക്ക് എത്തുന്നില്ല. ഇനി ആർക്കെങ്കിലും കഴിവ് തെളിയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉടൻ തന്നെ വന്ന് നടത്തി പരിപാടികൾ ഗംഭീരമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രധാന ക്രേസികൾ ഒരിക്കൽ കൂടി നോക്കാം. ചെഗുവേരിയെപ്പറ്റി ചർച്ച ചെയ്യാൻ BJP-ക്കാർ കോട്ടയത്ത് ഒത്തുചേർന്നു. രാധാകൃഷ്ണൻ വിഷയം അവതരിപ്പിച്ചു. CK പത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി. ചെഗുവേര ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ആളാണ്. അത് ചെഗുവേരയെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതിൻ്റെ ഫലമായിട്ട് ചെഗുവേര അദ്ദേഹം ഒരു നല്ല ഡോക്ടറായിരുന്നു. നേതൃയോഗത്തിൽ കമലിന്റെ സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ച. കമലിനെ പോലുള്ള ആളുകൾ സത്യത്തിൽ പറഞ്ഞാൽ കമലിനൊക്കെ ഈ രാജ്യത്ത് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ രാജ്യം വിട്ടു പോകണമെന്ന് എൻ്റെ അഭിപ്രായം. ഒരാൾ രാജ്യം വിട്ടു പോകണമെന്നൊക്കെ പറയാനുള്ള അധികാരം ആർക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്കവിടെ പറഞ്ഞു. നമ്മൾ പാകിസ്ഥാനിടയ്ക്ക് ഇങ്ങോട്ട് ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാണ്. ശ്രീപത്മനാഭ, ഇടിവെട്ടും പാമ്പ് കടിയും കൂടെ ഒരുമിച്ചാണല്ലോ, എന്നെ രക്ഷിച്ചോണേ. ഉമ്മൻചാണ്ടിയുടെ പിണക്കത്തിൽ വിങ്ങി വെറുങ്ങലിച്ച് ആന്റണിയും കൂട്ടരും. പിണക്കമാണ് എന്നോടിണക്കമാണ്, അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ. ദില്ലിയിലെ ചർച്ചയിലേക്ക് ലോഡ് കണക്കിന് കുറ്റങ്ങൾ നിരത്താനില്ലെന്ന് ഉമ്മൻചാണ്ടി. ഡൽഹിയായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, ഞങ്ങൾക്കൊരു ഡിമാൻഡും ഇല്ല, ഞാൻ ഒരു പരാതിയും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഉമ്മച്ചന് വീണ്ടും ചെന്നിത്തലയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ്. ഉമ്മൻചാണ്ടി കോൺഗ്രസിൻ്റെ സീനിയർ നേതാവാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കൗമാര കലോത്സവത്തിന് കണ്ണൂരിൽ കർട്ടൻ പൊങ്ങി. കലോത്സവത്തെ മൊത്തം കൈപ്പിടിയിലൊതുക്കി കടന്നപ്പള്ളി ആശാൻ. ഇത്ര പെട്ടെന്ന് വന്നോ? പെട്ടെന്നൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേക്കാം. ചാത്തുക്കുട്ടിയുടെ പ്രശ്നം വെക്കാൻ പോയപ്പോ ഞാൻ സ്നേഹലതയുടെ അവിടെ ഒന്ന് കയറി. എന്നിട്ട് അവിടെ ചെന്നപ്പോ അവള് പറഞ്ഞു, എന്താ പറഞ്ഞു? അത് എന്നെയാ പറഞ്ഞത്. ഇന്നത്തെ ഡെമോക്രസിയുടെ സമയവും അവസാനിക്കുകയാണ്. കണ്ണൂരിൽ കലോത്സവം പൊടിപൊടിക്കുമ്പോൾ ഇടയ്ക്കിടെ വെടിക്കെട്ടുകൾ നടത്താൻ രാഷ്ട്രീയക്കാരും ഇതര സഹകാരികളും മറക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിട.